I am Narayanan, your English teacher. Welcome you all for the English lecture. ഈ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. നിങ്ങൾക്ക് ഈ ക്ലാസ് നൽകുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. കാരണം പ്രായം, മറ്റ് സാമ്പത്തിക ഘടകങ്ങൾ, തൊഴിൽപരമായ പ്രശ്നങ്ങൾ ഇതൊന്നും പരിഗണിക്കാതെ പഠിക്കാൻ വേണ്ടി മുന്നോട്ട് വന്ന നിങ്ങളുടെ ആ ഉത്സാഹത്തെ ഞാൻ അത്യധികം ബഹുമാനിക്കുന്നു. നിങ്ങളെപ്പോലെ തന്നെ ഞാനും ഒരു പഠിതാവാണ്. ഞാനിപ്പോൾ വിദ്യാഭ്യാസത്തിൽ ബിരുദാനന്തര ബിരുദം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ്. നിങ്ങളെപ്പോലെ തന്നെ പ്രായം പഠനത്തിന് ഒരു തടസ്സമല്ല എന്നുള്ളതിനുള്ള തെളിവാണ് വിദ്യാഭ്യാസം നേടണം എന്ന താല്പര്യത്തോടു കൂടി മുന്നോട്ട് വന്ന എൻ്റെ വിദ്യാർത്ഥികൾ, സുഹൃത്തുക്കൾ. ഇംഗ്ലീഷ് ഭാഷയുടെ പ്രാധാന്യത്തെക്കുറിച്ച് വളരെ വിശദമായി സംസാരിക്കേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, ഇംഗ്ലീഷ് ഭാഷ ഒരു അന്തർദേശീയ ഭാഷയാണ്. മനുഷ്യൻ്റെ വ്യക്തിത്വ വികാസത്തിനും ശാക്തീകരണത്തിനും ഉപയോഗിക്കാവുന്ന ഏറ്റവും നല്ല ഒരു ഉപകരണമാണ് ഇംഗ്ലീഷ് ഭാഷ. കാരണം വ്യത്യസ്തങ്ങളായ വിജ്ഞാന മേഖലകളിലെ അറിവുകളെല്ലാം ഇംഗ്ലീഷ് ഭാഷയിലാണ് നിലകൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് ഭാഷാ പഠനം നമ്മുടെ സർവതോന്മുഖമായ വികാസത്തിന് ആവശ്യമാണ് എന്നുള്ളത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. ഈ ക്ലാസ് ഇംഗ്ലീഷിൽ മാത്രമായിരിക്കും ഇനി ഞാൻ അങ്ങോട്ടുള്ള ലെക്ചറുകളിലെല്ലാം സംസാരിക്കുക. എനിക്ക് ഉറപ്പാണ്, 2, 3, 4 ക്ലാസ്സുകൾ കഴിയുമ്പോൾ ഞാൻ ഇംഗ്ലീഷിൽ മാത്രം സംസാരിച്ചാൽ പോലും നിങ്ങൾക്ക് മനസ്സിലാകുകയും അതുപോലെ തന്നെ ഇംഗ്ലീഷിൽ മാത്രം തിരിച്ച് പ്രതികരിക്കുകയും ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. തുടർച്ചയായ പടിപടിയായ പഠനത്തിലൂടെ കടന്നു വരാത്തവരാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് +2 ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്ക് പഠിക്കുക, പരീക്ഷ എഴുതുക, വിജയിക്കുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ ഒരു ദൗത്യം തന്നെയാണ്. എന്നാൽ വളരെ പെട്ടെന്ന് ഈ കടമ്പ കടക്കുന്നതിന് വേണ്ടി ചില സൂത്രങ്ങൾ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഉദാഹരണമായി, ഇംഗ്ലീഷ് ഭാഷയ്ക്ക് അല്ലെങ്കിൽ ഏത് ഭാഷയ്ക്കും അടിസ്ഥാനപരമായി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഉണ്ട്. ഇംഗ്ലീഷ് ഭാഷയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ മറ്റു ഭാഷയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധികം പ്രാധാന്യം കൊടുക്കേണ്ടത് വൊക്കാബുലറിക്കാണ്. വൊക്കാബുലറി എന്നാൽ പദസമ്പത്ത്. 8, 9, 10 ക്ലാസ്സുകൾ തുടർച്ചയായി പഠിച്ചു വരുന്ന ഒരു കുട്ടിക്ക് ഓരോ കൊല്ലവും പഠിക്കുന്ന ഇംഗ്ലീഷ് റീഡറിൽ നിന്നും, ഇംഗ്ലീഷ് ഭാഷാ പുസ്തകത്തിൽ നിന്നും ധാരാളം പദസമ്പത്ത് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടാകും. ആ പദസമ്പത്ത് എളുപ്പത്തിൽ നമ്മൾ നേടിയെടുക്കുന്നതിന് വേണ്ടി കൃത്യമായി 8, 9, 10 പാഠപുസ്തകങ്ങളിലെ വാക്കുകൾ എഴുതുകയും പ്രൊനൗൺസ് ചെയ്യുകയും ഉച്ചരിക്കുകയും അർത്ഥം മനസ്സിലാക്കുകയും ചെയ്യുകയും അവ ഹൃദിസ്ഥമാക്കുകയും ചെയ്യേണ്ടതുണ്ട്. അത് നിങ്ങളുടെ പദസമ്പത്തിനെ വർദ്ധിപ്പിക്കും.
അത് നിങ്ങളുടെ പരീക്ഷ എഴുതാനുള്ള കഴിവിനെ വർദ്ധിപ്പിക്കും. നിങ്ങളുടെ ആശയങ്ങൾ മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകാനുള്ള കഴിവ് ലഭിക്കുന്നതിന് സഹായിക്കും. പിന്നെ വൊക്കാബുലറി, ഭാഷ പരിജ്ഞാനം ലഭിക്കുന്നതിന് വേണ്ടി നമ്മൾ നേടുന്ന പദസമ്പത്തിൽ വാക്കുകളുടെ അർത്ഥം രണ്ട് രീതിയിലുണ്ട്. രണ്ട് രീതിയിൽ അതിനെ പറയാം. ഒന്ന് റിയൽ മീനിങ്, രണ്ട് കോണ്ടെക്സ്റ്റൽ മീനിങ്. ഒന്ന് യഥാർത്ഥത്തിലുള്ള അർത്ഥം, രണ്ട് സന്ദർഭോചിതമായ അർത്ഥം. ഉദാഹരണമായി നമുക്കെല്ലാവർക്കും പരിചയമുള്ളതും നമ്മളെല്ലാവരെയും കളിയാക്കി പറയാൻ ഉപയോഗിക്കുന്നതുമായ ഒരു വാക്കാണ് ശശി. ശശി എന്നാൽ യഥാർത്ഥ അർത്ഥം ഒരു പേര്, മലയാളികൾ ഉപയോഗിക്കുന്ന മലയാളത്തിലുള്ള ഒരു പുരുഷനിടുന്ന പേര് ശശി. എന്നാൽ അവന്റെ പേര് ശശിയാണ് എന്നാൽ നമ്മൾ മനസ്സിലാക്കും ശശിയാണ്, ശശി എന്ന പേരാണ് എന്ന് നമുക്ക് മനസ്സിലാക്കും. എന്നാൽ അവൻ ശശിയായി എന്ന് പറഞ്ഞാലോ? അവൻ ശശിയായി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ അവൻ ശശിയായി എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ ഉപയോഗിക്കുന്നതിന് സന്ദർഭോചിതമായ അർത്ഥം, കോണ്ടെക്സ്റ്റൽ മീനിങ്. ഈ രീതിയിലാണ് നമ്മൾ അർത്ഥം മനസ്സിലാക്കി. ഇപ്പൊ ഇംഗ്ലീഷ് ഭാഷയുടെ പ്രാധാന്യത്തെ പറ്റി പറഞ്ഞു. ഇംഗ്ലീഷ് ക്ലാസ്സുകൾ നമ്മൾ കൈകാര്യം ചെയ്യുന്ന രീതിയെ പറ്റി പറഞ്ഞു. അതിനെക്കുറിച്ച് ഒന്നുകൂടെ ഞാൻ വിശദമാക്കി. ഇംഗ്ലീഷ് ഭാഷാ പഠനം മാതൃഭാഷയിലൂടെയാണ് നമ്മൾ ഈ ലെക്ചറുകളിലെല്ലാം തന്നെ നടത്തുന്നത്. മാതൃഭാഷ ഹൃദിസ്ഥമായവർക്ക്, മാതൃഭാഷ കൈകാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടില്ലാത്തവരാണ് നമ്മളെല്ലാവരും. ആ മാതൃഭാഷയിൽ നിന്ന് ഒരു രണ്ടാം ഭാഷയായ ഇംഗ്ലീഷ് മാതൃഭാഷയിലൂടെ ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ഇംഗ്ലീഷ് ഭാഷയുടെ ആശയങ്ങളിലേക്ക് വരും. അതായത് നമുക്ക് മലയാള ഭാഷ അറിയാം, ഇംഗ്ലീഷ് ഭാഷ അറിയില്ല. അല്ലെങ്കിൽ മലയാള ഭാഷ നമുക്ക് കൃത്യമായ കോൺക്രീറ്റായി നമ്മുടെ മനസ്സിലുണ്ട്. ഇത് ഇംഗ്ലീഷ് ഭാഷയെക്കുറിച്ച് കുറച്ച് അറിവുകളെ നമുക്കുള്ളൂ. അപ്പോൾ ഈ കൃത്യമായ ഈ അറിവുകളിൽ നിന്ന് വേഗമായിട്ടുള്ള, അതായത് അമൂർത്തങ്ങളായ അല്ലെങ്കിൽ കൃത്യതയില്ലാത്ത അറിവുകളിലേക്ക് വളരെ സാവധാനം സഞ്ചരിക്കുന്ന രീതിയിലായിരിക്കും നമ്മളുടെ പഠനം. നേരത്തെ ഞാൻ പറഞ്ഞു വാക്കുകൾക്ക് രണ്ടർത്ഥങ്ങളുണ്ട്. അതിലെ ഒരു ഇംഗ്ലീഷ് ഉദാഹരണം നമുക്ക് പരിശോധിച്ചു. ബ്രേക്ക്, ബ്രോക്ക്. എല്ലാവർക്കും അറിയാം ബ്രോക്ക് എന്ന് പറഞ്ഞാൽ ബ്രേക്ക് എന്ന പദത്തിന്റെ പാസ്റ്റ് ടെൻസ്. ബ്രേക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ പൊട്ടിക്കുക, ബ്രോക്ക് എന്ന് പറഞ്ഞാൽ പൊട്ടിച്ചു. ഐ ബ്രോക്ക് ദിസ് പെൻ. ഇവിടെ നമ്മൾ അർത്ഥമാക്കുന്നത് ഈ പെന്ന് ഞാൻ പൊട്ടിച്ചു എന്നതാണ്. എന്നാൽ ഐ ആം ബ്രോക്ക് എന്ന് പറഞ്ഞാൽ ആ ബ്രോക്ക് എന്ന വാക്കിന് ആ സന്ദർഭത്തിൽ വരുന്ന അർത്ഥം ഞാൻ പൊട്ടിപ്പോയി എന്നാണ്. എങ്ങനെ പൊട്ടിപ്പോയി? ചീട്ട് കളിക്കുമ്പോൾ എൻ്റെ പണമെല്ലാം നഷ്ടപ്പെട്ടു, കച്ചവടം നടത്തുമ്പോൾ എൻ്റെ പണമെല്ലാം നഷ്ടപ്പെട്ടു. അങ്ങനെ ഞാൻ പണമെല്ലാം നഷ്ടപ്പെട്ടവനായി എന്നാണ് ബ്രോക്ക് എന്നതുകൊണ്ട് ആ സന്ദർഭത്തിൽ അർത്ഥമാണ്. ഐ ആം ബ്രോക്ക്. I did exporting business, but unfortunately that failed. Now I am broke. I broke the pen. Now I am broke. ഈ വ്യത്യാസങ്ങളാണ്, ഇതാണ് ഇംഗ്ലീഷ് ഭാഷയിലെ വാക്കുകൾ സന്ദർഭങ്ങളിൽ വരുന്ന അർത്ഥവും യഥാർത്ഥ അർത്ഥവും തമ്മിലുള്ള വ്യത്യാസം. ഓരോ പാഠഭാഗങ്ങൾ പഠിക്കുമ്പോഴും നമ്മൾ ഇംഗ്ലീഷ് ഭാഷയിൽ ഒരർത്ഥം പറഞ്ഞാൽ ആ അർത്ഥമല്ലേ എന്ന് ശാഠ്യം പിടിക്കാൻ പറ്റില്ല. ആ അർത്ഥം മാത്രമല്ല, പല രീതിയിലുള്ള അർത്ഥങ്ങളും വാക്കുകൾക്കുണ്ടാവും. അത് മലയാള ഭാഷയിലും ഉണ്ട്. ഞാൻ നേരത്തെ ഉദാഹരണങ്ങൾ പറഞ്ഞു.
ഇനി നമ്മളെ പാഠഭാഗങ്ങളിലേക്ക് പതുക്കെ നമുക്ക് കിടക്കാം. നമുക്ക് ആദ്യമായിട്ട് പഠിക്കാനുള്ളത് ആർ.എൽ. സ്റ്റീഫൻസൺ എന്ന സ്കോട്ടിഷ് കവി എഴുതിയിട്ടുള്ള ട്രാവൽ എന്നുള്ള കവിതയാണ്. പോയം. എ പോയം റിട്ടൺ ബൈ ആർ.എൽ. സ്റ്റീഫൻസൺ, എ സ്കോട്ടിഷ് പോയറ്റ്. സ്കോട്ട്ലാൻഡ്, ഇംഗ്ലണ്ട്, അയർലൻഡ്, സ്കോട്ട്ലാൻഡ്, ആ സ്കോട്ട്ലാൻഡിലുള്ള ഒരു കവിയാണ് ആർ.എൽ. സ്റ്റീഫൻസൺ. അദ്ദേഹം എഴുതിയ ഒരു കവിതയാണ്. ഈ കവിതയുടെ ഉള്ളടക്കം അല്ലെങ്കിൽ ഈ കവിതയുടെ ക്രക്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ കവിത എന്തിനെ കുറിച്ചാണെന്ന് ചോദിച്ചാൽ യാത്രകളെ കുറിച്ചാണ് ഈ കവിത പറയുന്നത്. യാത്ര പോകാൻ ഇഷ്ടമില്ലാത്തവരാരും തന്നെ ഇല്ല. എല്ലാവർക്കും യാത്ര പോകാൻ ഇഷ്ടമാണ്. ചിലർക്ക് യാത്ര പോകാൻ ഇഷ്ടമുള്ളത് വലിയ പട്ടണങ്ങളിലേക്കായിരിക്കും. ചിലർക്ക് പ്രകൃതി സൗന്ദര്യം ഉള്ള സ്ഥലങ്ങളിലേക്കായിരിക്കും. ചില സ്ഥലങ്ങൾക്ക് പുരാതനങ്ങളായ മോണുമെന്റ്സ്, പുരാതനമായ നഗരങ്ങൾ, അതുപോലെ തന്നെ താജ്മഹൽ തുടങ്ങിയ പുരാതന നിർമ്മിതികളുടെ കാഴ്ച കാണാനായിരിക്കും. ചിലർക്ക് ധാരാളം കാടുകളും മൃഗങ്ങളും ഒക്കെ ഉള്ള സ്ഥലങ്ങൾ കാണാനായിരിക്കും. ചിലർക്ക് സ്പോർട്സ് ഈവൻസുകൾ, ആകാശത്തുനിന്ന് ചാടുന്നു, സ്കൈ ഡൈവിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കാണാനായിരിക്കും. എന്തു തന്നെ ആയാലും യാത്ര പോകാൻ താല്പര്യമില്ലാത്തവർ ആരും തന്നെ ഇല്ല. അപ്പോൾ നമ്മൾ യാത്ര പോകേണ്ട സ്ഥലങ്ങൾ ഏതാണ്? ഇന്ന സ്ഥലങ്ങളിലേക്കൊക്കെ എനിക്ക് പോകാൻ ആഗ്രഹമുണ്ടായിരുന്നു, കൃത്യമായി ഇന്ന സ്ഥലങ്ങളിലേക്കൊക്കെ പോകാൻ ആഗ്രഹം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് നമ്മളതൊരു ഖണ്ഡികാ രൂപത്തിൽ എഴുതി കഴിഞ്ഞാൽ അതൊരുപാട് പരപ്പുള്ളതായിരിക്കും. കവിതയാകുമ്പോൾ അതിന് ചുരുക്കി വളരെ ചുരുങ്ങിയ വാക്കുകൾ കൊണ്ട് അത് കൃത്യമായ അർത്ഥം മനസ്സിലേക്ക് എത്തുന്ന രീതിയിൽ, അതുപോലെ തന്നെ നമ്മളുടെ കാൽപ്പനികതയൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ആറ്റിക്കുറുക്കിയതാണ് കവിത. യാത്രയെക്കുറിച്ചുള്ള ആർ.എൽ. സ്റ്റീഫൻസന്റെ കവിതയാണ് നമ്മളുടെ ആദ്യത്തെ പാഠം. ആർ.എൽ. സ്റ്റീഫൻസന്റെ ചൈൽഡ്സ് ഗാർഡൻ ഓഫ് വേഴ്സസ് എന്ന കവിതാ സമാഹാരത്തിൽ നിന്ന് എടുത്തതാണ് ട്രാവൽ എന്നുള്ള കവിത. ആ കവിതാ സമാഹാരത്തിന്റെ പേര് തന്നെ സൂചിപ്പിക്കുന്നത് ചൈൽഡ്സ് ഗാർഡൻ ഓഫ് വേഴ്സസ്. വേഴ്സ എന്ന് പറയുന്നത് കവിതകൾ, കവിതകളുടെ ഉദ്യാനം, കുട്ടികളുടെ കവിതകളുടെ ഉദ്യാനം എന്ന് നമുക്കതിനെ മലയാളത്തിൽ വ്യാഖ്യാനിക്കാം. അപ്പൊ ഒരു കുട്ടി എനിക്ക് ഏതെല്ലാം സ്ഥലങ്ങളിലേക്ക് പോകണം, എനിക്ക് എവിടെയൊക്കെ പോകണം, എനിക്ക് എന്തെല്ലാം കാണണം എന്ന് മനസ്സുകൊണ്ട് വിചാരിക്കുന്ന രീതിയിലാണ് ഈ കവിത. എല്ലാ സ്ഥലത്ത് പോകണമെന്ന് കാൽപ്പനികമായി ഭാവാത്മകതയോടുകൂടി ഈ കുട്ടി ചിന്തിക്കുകയാണ്. എനിക്ക് പോകേണ്ടത് ഇന്ന സ്ഥലത്താണ്. ഇപ്പൊ നമുക്ക് തന്നെ ആഗ്രഹിക്കാം, എനിക്ക് പോകേണ്ടത് വെള്ളിക്കളറുള്ള വെള്ളച്ചാട്ടങ്ങളുള്ള സ്ഥലങ്ങളിലേക്കാണ്, അല്ലെങ്കിൽ എനിക്ക് പോകേണ്ടത് ആകാശം മുട്ടേ മരങ്ങളുള്ള കാടിലേക്കാണ്, അല്ലെങ്കിൽ എനിക്ക് പോകേണ്ടത് വളരെ വൈബ്രന്റ് ആയിട്ടുള്ള ഒരു പട്ടണത്തിലേക്കാണ്, അല്ലെങ്കിൽ എനിക്ക് പോകേണ്ടത് ഇരമ്പിക്കൊണ്ടിരിക്കുന്ന കടൽ തീരങ്ങളിലേക്കാണ്, അല്ലെങ്കിൽ എനിക്ക് പോകേണ്ടത് മരതക പുറ്റുകൾ നിറഞ്ഞ ദ്വീപുകളിലേക്കാണ്. നമുക്ക് എങ്ങോട്ട് പോകണമെങ്കിലും പോകണമെന്ന് ആഗ്രഹിക്കാം. ഓരോ യാത്രയും പുതിയൊരു കാര്യത്തിലേക്കാണ് നമ്മൾ നയിക്കുന്നത്. പുതിയ അറിവുകൾ, പുതിയ സംസ്കാരം, പുതിയ കാഴ്ചകൾ, പുതിയ അത്ഭുതങ്ങൾ, എല്ലാം പുതുമ നിറഞ്ഞ ധാരാളം അനുഭവങ്ങൾ തരുന്നതാണ് യാത്ര. അപ്പൊ നമ്മളെല്ലാവരും ഒരു കുട്ടിയാണ് വിചാരിക്കുക. നമുക്ക് പോകേണ്ട സ്ഥലങ്ങൾ എവിടെയൊക്കെ, നമ്മൾ എവിടേക്കാണ് പോകാൻ ഇഷ്ടപ്പെടുന്നത് എന്നതാണ് ഈ കവിതയുടെ തീം. ആർ.എൽ. സ്റ്റീഫൻസന്റെ അദ്ദേഹത്തിന്റെ മുഴുവൻ പേര്
അദ്ദേഹം എഴുതിയ വളരെ ലളിതവും ഭാവനാത്മകവും റിഥമാറ്റിക് ആയിട്ടുള്ള ഒരു കവിതയാണ് ട്രാവൽ. റിഥം, കവിതകൾ ചൊല്ലുമ്പോൾ ഒരു റിഥം ഉണ്ടായിരിക്കും. ആ റിഥം ഉണ്ടായാലേ കവിതകൾ കേൾക്കാൻ ഒരു സുഖമുണ്ടാവും. ഈ കവിത ആദ്യം നമുക്കൊന്ന് റിഥമാറ്റിക് അല്ലാത്ത രീതിയിൽ ചൊല്ലി നോക്കാം, പിന്നെ റിഥമാറ്റിക് ആയ രീതിയിൽ ചൊല്ലി നോക്കാം, പിന്നെ എവിടെയൊക്കെയാണ് ഇതിൻ്റെ റിഥം വരുന്നത് എന്ന് നോക്കാം. ഞാൻ ആദ്യം ഈ കവിത നിങ്ങളെ ഒന്ന് കേൾപ്പിക്കാം. I should like to rise and go where the golden apples grow, where below another sky parrot islands anchored lie, and watched by cockatoos and goats, lonely Crusoe building boats, where in sunshine reaching out, eastern cities miles about, or with mosque and minaret among sandy gardens set, and the rich goods from near and far hang for sale in the bazaar, where the great wall round China goes, and on one side the desert blows, and with the voice and bell and drum, cities on the other hum, where our forests hot as fire, wide as England, tall as a spire, full of apes and coconuts, and the hunters' huts, where the naughty crocodiles lies and blinks in the Nile, and the red flamingo flies, hunting fish before his eyes, where in jungles near and far, man-devouring tigers are, lying close and giving ear, lest the hunt be drawing near, or a comer by be seen, swinging in the palanquin, where among the desert sands some deserted city stands, all its children, sweet and prince, grown to manhood ages since, not a foot in street or house, not a stir of child or mouse, and when kindly falls the night, in a town no spark of light, there I'll come when I'm a man, with the camel caravan, light a fire in the gloom of some dusty dining room, see the pictures on the walls, heroes fight at festivals, and in the corner find the toys of the old Egyptian boys, where below another sky, parrot islands anchored. അപ്പൊ നിങ്ങളെല്ലാവരും ഈ കവിത കേട്ടു. അപ്പൊ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് മുന്നിൽ വെച്ച് ഈ കവിത ചൊല്ലുന്ന രീതി, അല്ലെങ്കിൽ ഈ കവിതയിലെ വാക്കുകളുടെ ഉച്ചാരണം, അതിൻ്റെ റിഥം എന്നെല്ലാം മനസ്സിലാക്കുന്നതിന് വേണ്ടി ഈ കവിത അർത്ഥമൊന്നും മനസ്സിലാകാതെ 2 or 3 പ്രാവശ്യം ചൊല്ലുക. ഇംഗ്ലീഷ് ഭാഷാ പഠനത്തിൽ ഈ ഭാഷാ പഠനത്തിൻ്റെ പ്രത്യേകത പ്രാക്ടീസ് ആൻഡ് ഒബ്സർവേഷൻ. നിരന്തരം പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കണം, പിന്നെ ഇതിനെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനെ ആ കവിതയുടെ കൃത്യമായ അറിവ് നമ്മളെ മനസ്സിലേക്ക് സ്വായത്തമാക്കുന്നതോടുകൂടി ഈ കവിതയെക്കുറിച്ച് പലതും നമുക്ക് എഴുതാൻ കഴിയും. ഈ കവിത പോലെയുള്ള മലയാളം കവിതകൾ എഴുതാൻ കഴിയും. ഈ നമ്മൾ പോയ ഒരു ടൂറിനെ കുറിച്ചൊരു കവിത എഴുതാൻ സാധിക്കും. അത് കുറേ കഴിയുമ്പോൾ നമുക്കത് ഇംഗ്ലീഷിലും എഴുതാൻ സാധിക്കും. ഈ കവിത നേരത്തെ ചൊല്ലിക്കേട്ടപ്പോൾ നമുക്കൊരു റിഥമില്ല, ഒരു സുഖമില്ല കേൾക്കാൻ, പഠിക്കാൻ കഴിയില്ല. ഇതൊരു കണക്ക് പറയുന്ന മാതിരി. എന്നാൽ ഈ കവിത വേറെ രീതിയിലും ചെല്ലാം. നമുക്ക് അതൊന്ന് പരിശോധിച്ചോളാം. And all the rise and explore. Like a canoes and roads, stars in boats, and it's such a catching us. With moleskin and red, among sandy gardens and
ഈ രീതിയിൽ ഈ കവിത ചെല്ലാം. ഈ രീതിയിൽ കവിത ചെല്ലുമ്പോഴാണ് ഇതിൻ്റെ റിഥം, ഇതിൻ്റെ താളം നമുക്ക് മനസ്സിലാവുന്നത്. I should like to rise and go where the golden apples grow and go and grow. Oh is the rhythm here. I should like to rise and go where the golden apples grow. Where below another sky, parrot islands anchored lie. Sky, lie, gods, boats, out, minaret, at, set, far, bazaar. ആ റിതമാറ്റിക് ആയിട്ട് ആ വാക്കുകൾ വരുന്നത് കൊണ്ടാണ് നമുക്കിത് ഇത്ര ഭംഗിയായിട്ട് കവിത ചെല്ലാൻ സാധിക്കും. ഇനി ഈ കവിതയിലേക്ക് I will bring your attention to the poem written by R.L. Stevenson. I think you can understand my English. Listen to English lecture as well as Malayalam explanation. To understand things and concepts and images, theme of the poem, you can use the Malayalam explanation. And for understanding English and earning the capacity to read, write and understand English, you listen to my English lecture. I think you might have understood what all things I said in English. There is no problem. If you don't understand, it is not a problem. You will soon understand. You may have seen some people, some of you may can speak Hindi well with the Bengalis. Is it easy for the first time? It was not easy. When you keep on talking to them in Hindi, you learned how to speak.
or how to use that language. Like that, you keep on observing my English lecture, English talks, and Malayalam explanation. Automatically, you can understand all these things. Don't worry about anything. I don't have language. I don't have enough vocabulary. I don't have I cannot read English. It is not a problem at all. You keep on doing it. Keep on doing it. How you developed, how you attained the skill of driving? Was it easy? No, keep on trying, practice it, keep on trying, practice it. You all can become an expert driver. Like that, you can become a good English language person, a person who knows English. ഞാൻ ഈ പറഞ്ഞതിൽ ഇത്രേ കാര്യമുള്ളൂ. നിങ്ങൾ ഈ ഭാഷ ഇതിൻ്റെ പാട്ടും ഒന്നും കേട്ട് പേടിക്കേണ്ട ആവശ്യമില്ല. ഇതിനെ സ്നേഹിച്ചുകൊണ്ട് മെല്ലെ പഠിക്കുക. പാട്ട് പാടുക, ഉച്ചത്തിൽ പാടുക, അതിൻ്റെ റിതം ശ്രദ്ധിക്കുക. അങ്ങനെ ആദ്യം അതിനെ പുറംഭാഗങ്ങളിലൂടെ പഠിച്ചു വന്നിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് മെല്ലെ കടക്കാം. അപ്പോൾ ആ കടക്കുമ്പോൾ നമ്മളെ മനസ്സിൽ നിന്ന് ഇതൊന്നും ഒരിക്കലും പോവില്ല. ആദ്യം തന്നെ പാടുന്നത് I should like to rise and go where the golden apples grow. I should like to rise and go where the golden apples grow. ഒരു കുട്ടി ആലോചിക്കുകയാണ് എനിക്ക് എങ്ങോട്ടേക്കാ പോകുന്നത്, ഞാൻ ആഗ്രഹിക്കുന്ന സ്ഥലങ്ങൾ. I should like to rise and go. എനിക്ക് പോകണം, രാവിലെ എണീറ്റ് പോകണം. എങ്ങോട്ട്? Where the golden apples grow. ഗോൾഡൻ ആപ്പിൾ എവിടെയെങ്കിലും ഉണ്ടോ? ഗോൾഡൻ ആപ്പിൾ ഇല്ല. ഇതൊരു ഫാന്റസി വേൾഡാണ്. ഇത് ഫാന്റസിയാണ്, ഫിക്ഷനാണ്, ഇത് കാൽപ്പനികതയാണ്. ഉണ്ട് എന്ന് പറയുന്നതാണ്. ഓ, അവിടെ സ്വർഗം പോലെയാണ്. സ്വർഗമാണോ? അവിടെ ധാരാളം പണം വാരുകയാണ് അവിടെ ചെയ്യുക. അതുപോലെ ഈ കുട്ടിയുടെ സ്വപ്നത്തിൽ അല്ലെങ്കിൽ കുട്ടീൻ്റെ സങ്കല്പത്തിലുള്ള ലോകമാണ് സ്വർണത്തിൻ്റെ ആപ്പിൾ വിളയുന്നത്. അവിടേക്ക് പോകണമെന്നാണ് കുട്ടി ആഗ്രഹിക്കുന്നത്. I should like to rise and go where the golden apples grow. ഇനി where below another sky parrot islands anchored lie. പിന്നെ പോകണമെന്ന് ആഗ്രഹിക്കുന്നതോ മറ്റൊരാകാശത്തിൻ്റെ ചുവട്ടിൽ. നമ്മൾ പറയാറുണ്ടല്ലോ മറ്റൊരാകാശത്തിൻ്റെ ചുവട്ടിൽ. ആകാശം ഒന്നേ ഉള്ളൂ. എന്നാൽ നമ്മളുടെ കേരളത്തിൻ്റെ ആകാശമാണ് നമ്മുടെ ഡൽഹിയിലുള്ള ആകാശം. ആ ഒരു അർത്ഥത്തിലാണ് വേറെ ഒരു ആകാശത്തിൻ്റെ ചുവട്ടിൽ, വേറെ ഒരു സ്ഥലത്ത്. ഏതാണ് സ്ഥലം? പാരറ്റ് ഐലൻഡ്സ് ആങ്കേർഡ് ലൈ. പാരറ്റ് ഐലൻഡ്സ്, an island with full of parrots. That is in Brazil. You might have seen beautiful parrots. ഭംഗിയുള്ള ധാരാളം തത്തകൾ നിങ്ങൾ കണ്ടു. വളർത്തുന്ന വില കൂടിയൊരു തത്തയുണ്ട്, മക്കാവ്. വളരെ വിലപിടിപ്പുള്ള തത്തയാണ്. അതിൻ്റെ വർണ്ണ വെളിമ അത് കണ്ടു കഴിഞ്ഞാൽ മാത്രമേ അതിൻ്റെ ഭംഗി നമുക്ക് മനസ്സിലാകൂ. അത്തരം പാരറ്റുകൾ, തത്തകളുള്ള ദ്വീപിലേക്കാണ് എനിക്ക് പോകുന്നത്. അത്തരം തത്തകളുള്ള ദ്വീപിലേക്ക് പോകണം. ആ ദ്വീപ് എങ്ങനെയാണ് നിൽക്കുന്നത്? കടലിനുള്ളിൽ കപ്പൽ നങ്കൂരമിട്ട പോലെ കിടക്കുകയാണ്. കപ്പൽ നങ്കൂരമിട്ട് കിടക്കുന്നത് പോലെ അനങ്ങാതെ കിടക്കുന്ന ഒരു കപ്പൽ കിടക്കുന്നത് പോലെയാണല്ലോ ഒരു ദ്വീപ് കിടക്കുക. കവിയുടെ ഭാവനയാണ്. Where below another sky parrot islands anchored lie. anchor കപ്പലിന്റെ നങ്കൂരം. ആ നങ്കൂരം വിട്ട് കിടക്കുന്നത് പോലെയുള്ള, കപ്പൽ നങ്കൂരം വിട്ട് കിടക്കുന്നത് പോലെയുള്ള തത്തകൾ ധാരാളമുള്ള ഈ ദ്വീപിലേക്ക് പോകാനാണ് എനിക്ക് ആഗ്രഹം. And watched by cockatoos and goats. കോക്കറ്റൂസ് എന്ന് പറഞ്ഞാൽ വളരെ വലിപ്പമുള്ള
ഒരു തത്തയാണ്. ആസ്ട്രേലിയയിലൊക്കെ കാണുന്ന ഒരു തത്തയാണ്. കോക്കറ്റൂസ് ആൻഡ് ഗോഡ്സ്. ആ ദ്വീപിൽ എന്തെല്ലാം ഉണ്ട്? വലിയ തത്തകൾ, കോക്കറ്റൂസ് ആൻഡ് ഗോഡ്സ്. പിന്നെയോ എനിക്ക് കാണേണ്ടത് ലോൺലി ക്രൂസോ ബിൽഡിംഗ് ബാർസ്. ലോൺലി ക്രൂസോ ബിൽഡിംഗ് ബാർ where in sunshine reaching out. Lonely Crusoe's building boards. പിന്നെ എനിക്ക് കാണേണ്ടത് ഈ കുട്ടിക്ക് യഥാർത്ഥത്തിലുള്ള സ്ഥലങ്ങളും കാണണം, കാൽപ്പനികമായ സ്ഥലങ്ങളും കാണണം, കഥകളിലുള്ള സ്ഥലങ്ങളും കാണണം. എല്ലാവർക്കും ഒരു അത്ഭുതം തോന്നും, എന്താണ് ഈ ക്രൂസോസ് ബിൽഡിംഗ് ബോർഡ്? ഇതിന്റെ പിന്നിലൊരു കഥയുണ്ട്. റോബിൻസൺ ഡാനിയൽ ഡിഫോ എന്ന് പറഞ്ഞൊരു ഇംഗ്ലീഷ് എഴുത്തുകാരൻ എഴുതിയിട്ടുള്ളൊരു നോവലാണ് റോബിൻസൺ ക്രൂസോ. ഒരു ബോട്ട് അപകടത്തിൽപ്പെട്ട് റോബിൻസൺ ക്രൂസോ മാത്രം ബാക്കിയാവുന്നു, ബാക്കിയുള്ളവരെല്ലാം മരിക്കും. അങ്ങനെ ബോട്ട് തകർന്നു കിടക്കുമ്പോൾ അതിൽ നിന്ന് ആ ബോധക്കേടിൽ നിന്ന് ഉറക്കം വന്ന ക്രൂസോ ചുറ്റും നോക്കുമ്പോൾ ആരും കാണുന്നില്ല. എന്നാൽ ബോട്ടിൽ നിന്ന് നോക്കുമ്പോൾ അങ്ങകലെ ഒരു ദ്വീപ്. ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി അയാൾ ആ ദ്വീപിലേക്ക് ഒരു പലകമേൽ വെച്ചിട്ട് ആഞ്ഞു തുടങ്ങി. ആ ദ്വീപിലെത്തി. ആ ദ്വീപിൽ റോബിൻസൺ ക്രൂസോ മാത്രമേ ചുറ്റും അയാൾ നടന്ന് പരിശോധിച്ചു. എവിടെയും ഒരാളെ കാണാൻ. അങ്ങനെ റോബിൻസൺ ക്രൂസോ ഒറ്റപ്പെട്ട് ആ ദ്വീപിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുക. ആ സമയത്ത് മനുഷ്യന്റെ ഒറ്റപ്പെടലിന്റെ ഭീകരത, ഭയപ്പാട് എല്ലാം റോബിൻസൺ ക്രൂസോ പിടിക്കും. എന്നാൽ മനുഷ്യന്റെ ആത്മവിശ്വാസം അയാളെ ജീവിക്കാൻ പ്രേരിപ്പിക്കും. അങ്ങനെ അയാൾ ബോട്ടിൽ നിന്ന് ബാക്കിയുള്ള ഭക്ഷണ സാധനങ്ങൾ ചെറിയൊരു തോണി ഉണ്ടാക്കി തിരിച്ചു കൊണ്ടുവരുന്നു. അങ്ങനെ അയാൾക്ക് പുഴയിലൊക്കെ നടക്കുന്നതിന് വേണ്ടി അയാളൊരു ബോട്ടുണ്ടാക്കുന്നു. ബോട്ടുണ്ടാക്കുന്നതിന് കൃത്യമായ ആയുധങ്ങളൊന്നുമില്ല. കുറേ മരത്തടികളൊക്കെ കെട്ടിയ ആണികൾ കൊണ്ടും വള്ളികൾ കൊണ്ടും അങ്ങനെ പ്രാകൃതമായ രീതിയിലാണ് ബോട്ട്. ആ ബോട്ട് എനിക്കൊന്ന് കാണണം, കുട്ടിയുടെ ആഗ്രഹമാണ്. ആ ബോട്ട് എനിക്കൊന്ന് കാണണം. Lonely Crusoe's building boards, wearing sunshine reaching out. Eastern city smiles about. അതെ, ഈ ബോട്ടിന്റെ ഈ ഭാഗത്ത് സൂര്യപ്രകാശം മിന്നി പറഞ്ഞു നിൽക്കുന്ന ഈ ബോട്ടുണ്ടാക്കുന്ന സ്ഥലങ്ങൾ കാണുന്നു. പിന്നെ ഈസ്റ്റേൺ സിറ്റി സ്മൈൽസ് അബൌട്ട്. പിന്നെ പടിഞ്ഞാറുള്ള നഗരങ്ങൾ കാണുന്നു. അവിടെ എന്തെല്ലാം ഉണ്ട്? പടിഞ്ഞാറുള്ള നഗരങ്ങളിൽ മോസ്കുകളും മിനാരങ്ങളുമുള്ള നഗരങ്ങൾ കാണുന്നു. അവിടെ മരുഭൂമിയിൽ നിലനിൽക്കുന്ന എമംഗ് സാൻഡി ഗാർഡൻ സെറ്റ്, മരുഭൂമിയിൽ നിലനിൽക്കുന്ന മരുഭൂമിയിലുള്ള പള്ളികളും മിനാരങ്ങളും കാണുന്നു. ആൻഡ് റിച്ച് ഗുഡ്സ് ഫ്രം നിയർ ആൻഡ് ഫാർ ഹാങ് ഫോർ സെയിൽ ഇൻ ദ ബസാർ. ആ മരുഭൂമിയിലുള്ള ചില കച്ചവട സ്ഥാപനങ്ങളിൽ തൂക്കിയിട്ടിരിക്കുന്ന, വിൽപ്പനയ്ക്ക് വേണ്ടി തൂക്കിയിട്ടിരിക്കുന്ന വസ്തുക്കളെ കാണണം. മറ്റു രാജ്യങ്ങളിൽ, അറേബ്യൻ നാടുകളിൽ മരുഭൂമികളിലുള്ള പള്ളികളെയും മിനാരങ്ങളെയും കാണണം. അവിടുത്തെ ചെറിയ പട്ടണങ്ങളിലുള്ള കൊച്ചു കൊച്ചു കടകളെ കാണണം. ആ കടകളിൽ തൂക്കിയിട്ടിരിക്കുന്ന തദ്ദേശീയമായ അവിടുത്തെ ഉൽപ്പന്നങ്ങളെ കാണണം. കുട്ടിയുടെ ആഗ്രഹങ്ങളാണ്. പിന്നെ കാണേണ്ടതോ where the great wall around China goes. 7 അത്ഭുതങ്ങളിൽപ്പെട്ട ഒന്നാണ് ചൈനയുടെ വൻമതിൽ. അവിടുത്തെ രാജാവിന് ശത്രുക്കളെ വലിയ പേടിയാണ്. അപ്പൊ ശത്രുക്കളെ രാജ്യത്തിൽ നിന്ന് രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ധാരാളം പണവും ആളുകളെയും അധ്വാനവും ഒക്കെ ചെലവിട്ട് അദ്ദേഹം പണിതൊരു മതിലുണ്ട്. ആ മതിലിലൂടെ വാഹനങ്ങൾ ഓടിച്ചു പോകാം. അത്രയും വീതിയുള്ള മതിൽ. അതാണ് എനിക്ക് കാണേണ്ടത്. അതും കാണും. And on side the desert blossom and with bell and voice and trump.
മരുഭൂമിയിലെ കാറ്റ് കാണുന്നു. അതുപോലെ തന്നെ അവിടെ ബെല്ലടിക്കുന്നതും ഡ്രം അടിക്കുന്നതും കാണുന്നു. ഡ്രം ബീറ്റിംഗ്, അടിക്കുന്നത് കാണുന്നു. വേർ ആർ ഫോറസ്റ്റ് ഹോട്ട് ആസ് ഫയർ, നമ്മളെപ്പോലെ നല്ല ചൂടുള്ള കാടുകൾ കാണുന്നു. ചൂടുള്ളതെന്ന് ഉദ്ദേശിക്കുന്ന ഊഷ്മളമായ എന്നുള്ളതാണ്. ഇംഗ്ലണ്ടിനെ പോലെ വലുതും ലോകത്തിലെ ഏറ്റവും ടാലാസ് സ്പിയർ, ഏറ്റവും വലിയ ഉയരമുള്ള സ്ഥലത്തിനാണ് സ്പിയർ എന്ന് പറയാം. അത്ര ഉയരമുള്ളതുമായ ഒരു സ്ഥലമുള്ള കാടിന്, ഉയരമുള്ളതും ഇംഗ്ലണ്ടിനെ പോലെ വിശാലമായതും ചൂടുള്ളതുമായ കാട് കാണുന്നു. അവിടെ എന്തൊക്കെ ഉണ്ടാവും? ഫുൾ ഓഫ് apes and coconuts and the negro hunters huts were അവിടെ എന്തുണ്ട്? ധാരാളം കുരങ്ങന്മാരും നാളികേരും, കോക്കനട്ട്സ്. പിന്നെ കാട്ടുജാതിക്കാരുടെ, കറുത്ത വർഗ്ഗക്കാർ, നീഗ്രോകളുടെ ചെറിയ കൂടാരങ്ങൾ. പിന്നെ നൈൽ നദിക്കരയിൽ, അപ്പോഴേക്ക് ഈജിപ്തിലെത്തി, ആമസോൺ, നൈൽ നദിക്കര ഈജിപ്ത്. നൈൽ നദിക്കരയിൽ കടക്കുന്ന ക്രോക്കഡൈൽസിനെ കാണണം, അതായത് മുതലകളെ കാണണം. ലൈസ് ആൻഡ് ബ്ലിങ്സ്, കിടക്കുകയും കണ്ണടയ്ക്കുകയും തുറക്കുകയും ചെയ്തുകൊണ്ടിരിക്കും മുതല. അപ്പം എത്ര കൃത്യമായിട്ടാണ് ഇയാൾ ഈ പ്രകൃതിയെ, നമ്മുടെ കവി പ്രകൃതിയെ വർണ്ണിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എത്ര സൂക്ഷ്മമായിട്ടാണ് അയാൾ ഈ പ്രകൃതിയിലുള്ള കാര്യങ്ങൾ കാണണമെന്ന് പറയുമ്പോൾ. നൈൽ നദി കാണണമെന്നല്ല പറഞ്ഞത്, നൈൽ നദിയിൽ കിടക്കുന്ന മുതലകൾ, കണ്ണ് ചിമ്പി തുറന്നിങ്ങനെ കിടക്കുന്ന മുതലകളെ കാണണം. പിന്നെയോ, ആൻഡ് ദ റെഡ് ഫ്ലമിംഗോ ഫ്ലൈസ്, ഫ്ലമിംഗോ എന്ന് പറഞ്ഞ ഒരു പക്ഷിയാണ്. ആ ഫ്ലമിംഗോ ഹണ്ടിങ് ഫിഷ് ബിഫോർ ഹിസ് ഐസ്, കാണുന്ന വേട്ട, നമ്മൾ നീല പൊന്മാനൊക്കെ നമ്മളെ ചെറിയ കുളത്തിലേക്ക് ഓടിയിട്ട് വന്ന് മീനിനെ പിടിച്ചു കൊണ്ടുപോകുന്നത് കാണും. അതുപോലെ ഫ്ലമിംഗോ വളരെ വലിയ കാണാൻ ഭംഗിയുള്ള ഒരു പക്ഷിയാണ്. ഒരു താറാവിൻ്റെയൊക്കെ പോലെയാണ് ആ പക്ഷി. അത് മീൻ പിടിച്ച് പുറത്തേക്ക് പോകുന്നത് കാണുന്നു. വളരെ ഭംഗിയുള്ളൊരു കാഴ്ചയാണ്. നമ്മുടെ നാട്ടിൽ തന്നെ പൊന്മാന് മീൻ പിടിക്കുന്നത് കണ്ടിരിക്കാൻ രസമാണ്. വളരെ സാവധാനത്തിൽ ഇങ്ങനെ നോക്കിയിരിക്കുള്ളൂ. ഇരുന്ന് യാതൊരു അനക്കമില്ലാതെ ഇതിലേക്ക് ഡാഷ് ചെയ്ത് ആ വെള്ളത്തിൻ്റെ അടിയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന മീനിൻ്റെ, അതിൻ്റെ വേഗത കൂടെ കണക്കാക്കി ഓടിക്കൊണ്ടിരിക്കുന്ന മീനിനെ കൊത്തിക്കൊണ്ടിരിക്കും. അങ്ങനെ ഭംഗിയുള്ള കാഴ്ചയല്ലേ? ആ കാഴ്ച കാണുന്നു. ഇവിടെ ഫ്ലമിംഗോ ആണ് ഈ കുട്ടിയുടെ മനസ്സിലുള്ള പക്ഷി. നമ്മൾ കണ്ടിട്ടുണ്ടാവും കൊക്ക് മീൻ പിടിക്കുന്നത് കാണാൻ രസം. ഇത്തരം പ്രകൃതിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും, ഭംഗിയുള്ള എല്ലാ കാര്യങ്ങളും എനിക്ക് കാണണം. അതിനുവേണ്ടി എനിക്ക് യാത്ര പോകണം. അതാണ് കുട്ടിയുടെ ആഗ്രഹം. കൊക്ക് പിടിക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ? കൊക്ക് വളരെ ശാന്തനായി സന്യാസിയെ പോലെ ഇരുന്ന് നോക്കിയിരുന്ന്, അതിൽ പിടിക്കാൻ പറ്റാത്ത വലിയ മീനുകളാണ് പോകുന്നതെങ്കിൽ അത് കണ്ടിട്ടില്ല എന്ന ഭാവം നടിച്ച്, അതിന് കൃത്യമായ മീൻ വരുമ്പോൾ സന്യാസിയായി കൊക്ക് പെട്ടെന്ന് ചെന്നിട്ട് മീനിനെ പിടിക്കുന്നതും ഇത്തരം കാര്യങ്ങളൊക്കെ കുട്ടിക്ക് കാണുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കവിത എഴുതുന്നത്, എനിക്ക് പൊന്മാൻ മീൻ പിടിക്കുന്നത് കാണണം. ഐ വാണ്ട് ടു സീ ബ്യൂട്ടിഫുൾ പൊന്മാൻ, ഐ ഡോണ്ട് നോ ദ ഇംഗ്ലീഷ് വേർഡ്, ഹണ്ടിങ് ഫിഷ് ബിഫോർ ഹിസ് ഐസ്. പൊന്മാനം മീനിനെ ഹണ്ട് ചെയ്യുന്നത് വേട്ടയാടുന്ന എനിക്കാണ്. വേർ ഇൻ ജംഗിൾസ് നിയർ ആൻഡ് ഫാർ men devouring tigers are. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന, കാട്ടിൻ്റെ ഉള്ളിലുള്ള ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന പുലീനെ കാണണം. തിന്നുന്ന പുലീനെ കാണണം, ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന പുലീനെ കാണണം. laying close and giving ear lest the hunt be drawing near, or a corner by the scene singing in a palanquin. അതായത് പാലക്കിനേറ്റും കൊണ്ട് നടക്കുന്ന ഈ നമ്മൾ പണ്ട് പല്ലക്കിലായിരുന്നു യാത്ര ചെയ്യുന്നത്. അപ്പൊ ഈ പല്ലക്കിൽ ഇങ്ങനെ പല്ലക്കിൽ കയറി ആടി നടക്കുന്ന സിംഗിങ് ഇൻ എ പാലക്കിൻ, ആ പല്ലക്കിൽ നടക്കുന്ന ആൾക്കാരുടെ കാണണം. ആൻഡ് വേർ അമംഗ് ദ ഡെസേർട്ട് സ്റ്റാൻഡ്സ് സം ഡെസേർട്ടഡ് സിറ്റി സ്റ്റാൻഡ്സ്. ചില മരുഭൂമിയിലൂടെ കടന്നു പോകുമ്പോൾ ഒഴിവാക്കപ്പെട്ട ചില പട്ടണങ്ങൾ കാണണം, പ്രേത നഗരങ്ങൾ കാണണം. നഗരങ്ങളിൽ യുദ്ധം കൊണ്ടോ പ്രകൃതി ദുരന്തം കൊണ്ടോ നശിച്ചു പോയിട്ടുള്ള
നഗരങ്ങളുടെ ഗുണാരങ്ങളും അതുപോലെ തന്നെ കൊട്ടാരത്തിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ കിടക്കുന്ന മനുഷ്യന്മാർ താമസിക്കാത്ത അത്തരത്തിലുള്ള ഡിസ്ട്രോയ്ഡ് സിറ്റി സ്റ്റാൻഡ്സ്, അത്തരത്തിലുള്ള നശിച്ച അബാൻഡൻഡ് ആയിട്ടുള്ള സിറ്റികളുള്ള സ്ഥലം കാണണം. ഇതൊക്കെയാണ് ഈ കുട്ടികളുടെ ആഗ്രഹം. ഇനി ഇതിൻ്റെ ബാക്കിയുള്ളത് നമുക്ക് വേറെ ക്ലാസ്സിൽ പഠിക്കാം. ഇത് നമ്മൾ ഇതിനെ ഇപ്പോൾ ഞാൻ മലയാളത്തിൽ ഈ കാര്യത്തെക്കുറിച്ച് നിങ്ങളോട് സംസാരിച്ചു. ഇനി നമുക്ക് ഇതിന് ഇംഗ്ലീഷ് വേർഷനിലേക്ക് എങ്ങനെയാണ് നോക്കാം. ട്രാവൽ ഇസ് എ പോയം taken from the collection of R.L. Stevenson named Child's Garden of Verses. The poem. I should like to rise and go where the golden apples grow. I should like to rise and go where the golden apples grow. സ്വർണ്ണവർണ്ണമുള്ള ആപ്പിളുകൾ നിറയെ വളർന്നുകൊണ്ടിരിക്കുന്ന സ്ഥലം എനിക്ക് കാണും. മറ്റൊരു ആകാശത്തിന്റെ ചുവടെ, where I want to see some place where the golden apples grow. And another want to see a place below another sky, parrot islands anchored lie. I would like to see it is in Brazil. There is a parrot island. A parrot's name you may know. It's a beautiful parrot, Macau. That parrot island I want to see. That island is laying in the sea as if a ship is anchored in the sea. Then I want to see cockatoos. Cockatoos and gods. Cockatoos is another big parrot. I want to see that. Cockatoos and gods. And lonely Crusoe building walls. And Crusoe, Robinson Crusoe, his full name is Robinson Crusoe. A protagonist, the main character in Daniel Defoe's Robinson Crusoe a novel, where Robinson Crusoe built boats using raw materials. You don't have sophisticated saws, axes and axe, nail and all that things. Still using the raw wood, he makes a boat. That boat I want to see. And I want to see the sunshine there. Sun shining there. And I want to see eastern cities in the eastern part of world, miles away from here. And I want to see the mosques and minarets there, and the sandy gardens. Sandy gardens means desert, and I want to see the desert. And I want to see something hanged for sale in small shops. There will be street vendors there. They will be selling some goods, some puppets, some stones and something like that, some alavala and all that things. That will be hanging to attract the passengers. Then only they will get business. So I want to see that. And another thing I want to see is that the Great Wall of China. From the eastern side he comes to China, but I want to see the Great Wall of China. And one sun, the desert's storm, desert's wind, I want to see. It blows. And the bell and voice of the drum, and the sound of the bell and the drum beats, I want to hear. And I want to see forests with a fire inside me, like hot and fire. Hot and fire means like me, hot, like a person. It must be not so cold. It must be cool.
and it must be wide as England, tall as a spear, tall as the tallest thing in the world, where the forest full of apes and coconuts, enough full of apes and coconuts, and the Negro hunters. I want to see the Negroes' huts, small huts, where Negroes live. I want to see that using plantain leaf or some other coconut leaves. They make small huts. Negroes, I want to see them. That is in Africa. And the crocodiles, I want to see in the river Nile. It blinks occasionally. It blinks. It closes his eyes and opens his eyes. Crocodile, slaying very calm and quiet, blinking his eyes, opening and closing his eyes. I want to see that. And I want to see flamingo, which hunts fish swiftly, with that accuracy, it will dive into the pool and catch the fish. I want to see that. And I want to see the jungles where the tiger lives. And I want to see the tiger eating something. I want to see that. And lying close and giving a, lest the hunt be drawing near, or a corner by the sea singing in a palanquin. And I want to see a palanquin traveler. A palanquin traveler I want to see. And I want to see where some among the desert stands, some deserted city stands. I want to see an abandoned city where nobody lies. There are cities, so many cities in the world. It has destroyed by natural calamities or by war or something. Nobody will be there. Only cities. Only the big structure of the city will be there. Big roads and demolished parts of palace and all that. I want to see that city, a deserted city. This is for all now. ഇപ്പോൾ നമ്മൾ ഈ കാര്യങ്ങളെക്കുറിച്ച് നമ്മളൊരു ക്ലാസ് പൂർണ്ണമായി. ഇനി ഈ ക്ലാസ്സിനെ കുറിച്ച് ഇത് നമുക്ക് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം, ഈ ക്ലാസ്സിൽ എന്തൊക്കെ നമുക്ക് കൂടുതൽ ആഡ് ചെയ്യാം, എങ്ങനെയൊക്കെയാണ് നമുക്ക് ഈ കാര്യങ്ങൾ ചെയ്യാം, ഈ വീഡിയോ ക്ലാസ്സുകളിൽ ചെയ്യാവുന്ന, ഓൺലൈൻ ക്ലാസ്സുകളിൽ ചെയ്യാവുന്ന സജഷൻസ് നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ ഞാനുണ്ടാവും, ആ ഗ്രൂപ്പിലിടാം. ഞാനത് കഴിഞ്ഞതിന് ശേഷം അത് പരിശോധിച്ച് നമുക്ക് ഇതിന് മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ മാറ്റങ്ങൾ വരുത്താം. എപ്പോഴും നിങ്ങളോട് പറയാനുള്ളത്, എപ്പോൾ കിട്ടുന്ന ഇംഗ്ലീഷ് വാക്കുകളും അർത്ഥവും അതിൻ്റെ സാന്ദർഭികാർത്ഥവും പഠിക്കുക, ഈ കവിത നിരന്തരം വായിക്കുക, കാണാപ്പാഠം പഠിക്കുക, വായിച്ചുകൊണ്ടേയിരിക്കുക. ആ റിതമാറ്റിക്കായിട്ടുള്ള വോയിസ് ഈ സമയത്ത് കേട്ടുകൊണ്ടേയിരിക്കുക. അങ്ങനെ നിങ്ങൾ മനസ്സിലിത് വരും. ഇനി നമ്മളിതിൻ്റെ റിതം, ഇതിൽ എന്തൊക്കെ വിവരണങ്ങളുണ്ട്, എന്തൊക്കെയാണ് നമ്മൾ ഈ കാര്യങ്ങളിലുള്ളത് എന്നുള്ളതൊക്കെ പിന്നീട് അവസരത്തിൽ പഠിക്കും. താങ്ക് യു ഓൾ.